കൂട്ടുകാരെ, നമ്മുടെ സ്വാദിഷ്ടമായ പത്തിരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമുക്ക് എങ്ങനെ പത്തിരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് 2 ഗ്ലാസ് വെള്ളം അടുപ്പിൽ തിളയ്ക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിടാം. അത് നമ്മൾ ഇതിൽ ഇളക്കി നോക്കുമ്പം വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം മുന്നിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഇനി ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇടണം. അല്ലാതെ ഇടിയപ്പം പത്തിരി എന്ന് പറഞ്ഞുള്ള പൊടിയില്ലേ, അത് നമ്മൾ 1 കപ്പ് ഇടണം. അത് നമ്മൾ ഇതിലേക്ക് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് നമ്മളത് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മാവ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിൻ്റെ ചൂടാറിയിട്ട് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മളതൊന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ലതായിട്ട് വട്ടിയെടുക്കണം. നല്ല ചൂടുണ്ട്. കൈ നല്ലതായിട്ട് പൊളിച്ചിട്ട് കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പച്ചവെള്ളം മുക്കിയിട്ടായാലും നമുക്കിത് ചെയ്യാം. ഇപ്പം നമ്മളത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെറിയ ഉണ്ട ഉരുട്ടി നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഉണ്ട ഉരുട്ടി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് പത്തിരി കിട്ടും. അങ്ങനെ നമ്മൾ ആ പത്തിരി ഇനി ഒരു ഫ്രൈങ് പാനിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ പത്തിരി തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ച് മറിച്ചു വിട്ട് മൊരിച്ചെടുക്കണം. കൂട്ടുകാരെ, നമ്മുടെ സ്വാദിഷ്ടമായ പത്തിരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ മുട്ടക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അല്ലാതെ തന്നെയും ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാനും ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. നമ്മൾ അരി കുത്തി തിന്നുമ്പോൾ ഒരു ടേസ്റ്റില്ലേ, അതേമാതിരിയാണ് ഈ പത്തിരി, ഈ നൈസ് പത്തിരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഓക്കെ, അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്.